ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ നമുക്കിന്ന് ഈ ഒക്ടോപ്പസിനെ ചെയ്ത് നോക്കിയാലോ. ക്യൂട്ടായിട്ടുള്ള മിനി ഒക്ടോപ്പസിനെ നമുക്കിന്ന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈസി പാറ്റേൺ ആണ്. അപ്പം വൺ മോർ വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. ഞാൻ അതിനായിട്ട് 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസും ഒരു യെല്ലോ കളർ യാണുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള കളേഴ്സ് യാണ് എടുക്കുക. ഞാൻ ഈ യെല്ലോ കളർ എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മാജിക് റിങ് ഇട്ട് കൊടുക്കുക. മാജിക് റിങ്, ചെയിൻ 1, ഇനി 6 ടൈംസ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതിനെ ടൈറ്റ് ചെയ്ത് വലിക്കാം. ഞാൻ പറഞ്ഞു, ഇത് വലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈലിനെ മെല്ലെ പുറത്തെടുക്കുക. അതിനുശേഷം ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. വലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചില ത്രെഡിൽ, അതായത് ചില യാണിൽ നമുക്കത് ഭയങ്കര പാടായിരിക്കും വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ, അതായത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യൻ്റെ മേലത്തെ ചെയിനിൽ പോവുക. സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടോ, ഇതാണ് നമ്മളെ ഫസ്റ്റ് റോ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ, ചെയിൻ 1, ഈച്ച് ചെയിന് 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് ഇൻക്രീസിങ് 1 2 ഇങ്ങനെ നമ്മൾ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. 1 ടൈം ചെയ്തു, നെക്സ്റ്റ് 2, സെക്കൻഡ് ടൈം ഇൻക്രീസിങ് ചെയ്തു, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5, നെക്സ്റ്റ് 6. നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏത് സ്റ്റിച്ചിലാണ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഇവിടെയാണ്, അതായത് സിംഗിൾ ക്രോഷ്യൻ്റെ മേലെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. കണ്ടോ, ഇതാണ് നമ്മളെ സെക്കൻഡ് റോ. ഓക്കെ, അപ്പം നമുക്ക് തേർഡ് റോ ചെയ്യാം. തേർഡ് റോയിൽ ചെയിൻ 1, സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ്, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, 1 2, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കും. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് റോയിലും സെയിം പാറ്റേൺ, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ, അതായത് 2 ചെയിനിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് സ്പേസിൽ ഇൻക്രീസിങ്, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1, ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 1 1 2, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, അതായത് ഇൻക്രീസിങ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം. കണ്ടോ, ഇനി നമ്മൾ എൻ്റെ ഫോർത്ത് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് റോ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇനി ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ 1, നെക്സ്റ്റ് 2,
നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. അതും നമ്മൾ 5 റോ ചെയ്ത് കൊടുക്കുക. ഇപ്പം 5th റോ അല്ലേ, 5, 6, 7, 8, 9 റോ വരെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, 1 സിംഗിൾ ക്രോഷ്യ മാത്രം കൊടുക്കുക. അടുത്ത റോയിലും ചെയിൻ 1 ഇട്ട് കൊടുക്കുക, 1 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 5 റോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാണാം. അപ്പോൾ ഇതാ ഞാൻ 5 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 1 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട്. ഇനി നമുക്ക് ഡിക്രീസിങ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ 1 2 ടൈംസ് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1, 2, 2 ആൻഡ് 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇതേപോലെ കണ്ടിന്യൂസ് ചെയ്യുക. നെക്സ്റ്റ് 1, നെക്സ്റ്റും 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് എന്താ ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ. 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ മീൻസ് ഡിക്രീസിങ് ചെയ്യാം. 1, 1. നെക്സ്റ്റ് ടുഗദർ. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ 10th റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10th റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത റോ 11th റോ ആണ്. 11th റോയിലും നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ലൂപ്സിലൂടെ വേണം ചെയ്യാൻ. നമ്മളിവിടെ 2 ലൂപ്സ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ലൂപ്സ്, ഈ സൈഡിലുള്ളതാണ് ബാക്ക് ലൂപ്സ്. ആ ലൂപ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ഇതാ ബാക്ക് ലൂപ്സ് എടുക്കുന്നുണ്ടോ, ഇതാ ബാക്ക് ലൂപ്സിലൂടെ മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്യുക. 2 ലൂപ്സ് ടുഗദർ ഡിക്രീസിങ്. ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഡിക്രീസിങ് 1, നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസിങ് 2, നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമ്മൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മറ്റേ മെത്തേഡും കൂടി യൂസ് ചെയ്യാം. ഞാനിപ്പം ചെയ്തതുപോലെ ഇതാ 1 സിംഗിൾ ക്രോഷ്യ ഇതാ ഇതേപോലെ എടുക്കുക. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ടുഗദർ മീൻസ് ഡിക്രീസിങ്. ഇത് കുറച്ച് പേർക്ക് ടഫായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മറ്റേ മെത്തേഡും കൂടി കാണിച്ചു തരുന്നത്. ഡിക്രീസിങ്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് ഡിക്രീസിങ്. കണ്ടോ, കംപ്ലീറ്റ് ആയി. 11th റോ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഫസ്റ്റ് ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്കിതിൽ സ്റ്റഫിങ് ആഡ് ചെയ്യാം. എന്താ ഫൈബർ ഫില്ലിങ് എടുത്തിട്ടുണ്ട്, ഇതിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ സ്റ്റഫ് ചെയ്യുക. നല്ലോണം ഹാർഡാക്കരുത്. സ്റ്റഫിങ് കൂട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. നല്ലോണം തിക്കി നിറച്ച് കഴിഞ്ഞാൽ നമ്മളെ പാറ്റേൺ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് കറക്റ്റ് സ്റ്റഫിങ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക്
12th റോ നോക്കാം. 12th റോയും ഡിക്രീസിങ് ആണ്, ഓൾ ഡിക്രീസിങ് ആണ്. എങ്ങനെയാ? ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇതാ 2 സിംഗിൾ ക്രോഷേ ടുഗദർ. നമുക്കങ്ങനെ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6. കണ്ടോ? 6 ടൈംസ് നമ്മൾ ഡിക്രീസിങ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ചെയ്ത ചെയിനില്ലേ ഇവിടെ ഡിക്രീസിങ് ചെയ്ത് അതിൻ്റെ മേലെ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടോ? ഇനി ചെയിൻ 1 ഇടുക. ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക, കുറച്ചധികം കട്ട് ചെയ്യുക, കാരണം നമുക്കത് ആ ഹോള് മൂടാനുള്ളതാണ്. കുറച്ചധികം കട്ട് ചെയ്യുക. ഓക്കെ, ഇതിവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഹോളിനെ നമുക്ക് നീഡിൽ വെച്ചിട്ട് സോജി ഇല്ലാത്തവർ ഈ ഹുക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. കണ്ടോ? നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പില്ലേ, ആ ഫ്രണ്ട് ലൂപ്പിലേക്ക് കൂടി നമ്മൾ ഈ ആണിനെ വലിച്ചു കൊടുത്താൽ മതി. ഇതാ 1 ടൈം, 2nd ടൈം, 3rd, 4th, 5th ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6th ടൈം. കണ്ടോ? ഇനി എന്ത് ചെയ്യുക? ഇതിന് നല്ലോണം ടൈറ്റൻ ചെയ്ത് വലിച്ചു കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്ത് വലിക്കുക. കണ്ടോ? അതങ്ങ് ഹോള് ഉള്ളിലേക്ക് പോയി. കണ്ടോ? നമ്മൾ ഹോളില്ലാണ്ടായി. ഇനി എന്ത് ചെയ്യുക? ഈ ആണിനെ നമുക്ക് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഹൈഡ് ചെയ്ത് ഹൈഡായി. കണ്ടോ? കംപ്ലീറ്റ് ഹൈഡായിപ്പോയി. കണ്ടോ? നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടൽ. ഇനി നമുക്കിതിൻ്റെ ലെഗ് ചെയ്യാനുണ്ട് അല്ലേ? അതിന് ഇതേപോലെ പിടിക്കുക, ഈ ആണെടുക്കുക. ഒന്നിക്ക നമുക്ക് ഇതിൽ നോട്ട് ഇട്ട് കൊടുക്കുക. ഡയറക്റ്റും ചെയ്യുക, നോട്ട് ഇടാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് ബാക്കിയുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ബാക്ക് ലൂപ്പ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഫ്രണ്ട് ലൂപ്പാണിത്. ആ ഫ്രണ്ട് ലൂപ്പിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്താ കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നോട്ടിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1, 2 ചെയിൻ കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ എന്ത് ചെയ്യുക? 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ഫ്രണ്ട് ലൂപ്പിലേക്ക് കൂടി മാത്രമാണ് ചെയ്യേണ്ടത്. 1, 2 സെയിം സ്പേസിൽ തന്നെ കൊടുക്കുക. 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി എന്താ? ചെയിൻ 2, 1, 2 സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സെയിം സ്പേസ് പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ട? നമ്മൾ ഒരു ലെഗിൻ്റെ ഭാഗം ഫിനിഷായി. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതായത് ഒരു ഫ്രണ്ട് ലൂപ്പ് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പ് കണ്ടോ? അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, നെക്സ്റ്റ് ഇയാണ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, ആ ലാസ്റ്റ് കട്ട് ചെയ്യാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് കൊടുത്തു, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 2 ഇടുക, സെയിം സ്പേസിൽ 2 ടൈംസ് ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. എന്നിട്ട് ചെയിൻ 2 സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി എന്താ? ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ പോയിട്ട്
slip stitch. Next chain 2, same space le 2 times double crochet 1, double crochet 2, chain 2, same space പോവാ, slip stitch. ഇനി എന്താ, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഈ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. 9 or 10 ലെഗിൻ്റെ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് കാണാം. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട, നമുക്ക് എത്ര ലെഗ് കിട്ടി? 1 2 3 4 5 6 7 8 9 ലെഗ്സ് ഇതേപോലെ കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇട്ട സ്പേസ് ഇല്ലേ, അവിടെ പോവുക, എന്താ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക, ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തു. കണ്ട, നമ്മൾ ക്യൂട്ടായിട്ടുള്ള മിനി ഒക്ടോപ്പസ് റെഡിയായി. ഇനി ഇതിൻ്റെ ഐയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ല വൃത്തിക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നീഡിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഹുക്ക് വെച്ചിട്ട് തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയിൽ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഹൈഡിങ് നല്ല വൃത്തിക്ക് ചെയ്താലേ നമ്മൾ ആ ടൈലൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. ഒന്നിക്കൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗമ്മ് വെച്ചിട്ട് ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ ഹൈഡ് ചെയ്ത് കൊടുത്താലും മതി. കണ്ട, നമ്മൾ ഒക്ടോപ്പസിൻ്റെ ബോഡി ഫുള്ള് റെഡിയായി. ഇനി നമുക്കിതിന് ഐ ഫിക്സ് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് ഐ ഫിക്സ് ചെയ്യാന്നുള്ളത് നോക്കാം. ഐ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ നീഡിൽ എടുത്തിട്ടുള്ളത്. ഇതാ, നമുക്ക് ഐ ഫിക്സ് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മൾ നോക്കുക എവിടെയാണ് ഐ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ 1 2 3 4 5 6 7 8 9 നമ്മൾ റോ എത്രയാണെന്നുള്ളത് നോക്കുക. അതിൽ 1 2 3 4 4 5 എന്താ 6 ഇവിടെയാണ് ഞാൻ ഐ ഫിക്സ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് എവിടെയാണ് വേണ്ടത് എന്നുള്ളത്. 1 2 3 ഇതാ, നെക്സ്റ്റ് ആയി വരുന്നത് ഇവിടെയാണ്. ഇങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എത്രാമത്തെ റോയാ? 1 2 3 4 5 6 7ൻ്റെയും അടിയിലാണ് വരുന്നത്. ഐയുടെ ഗ്യാപ്പ് 6 7ൻ്റെ അടിയിലാണ് ഗ്യാപ്പ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങളെടുത്ത് സൂചി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ മുട്ടുപിന്നെ എടുത്തിട്ട് കുത്തി കൊടുക്കുക. അതിന് ശേഷം മാത്രം ഐ ചെയ്യുക. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇതേപോലെ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഐ സോ ചെയ്ത് കൊടുക്കാം. എന്താ കണ്ടോ? അതിനുശേഷം ഇതിവിടുന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ 1 ടൈം ചെയ്തു, ഒരു 2 ടൈം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കട്ടിയുള്ള ഒരു ഐ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഐ ചെയ്യാം, ഏത് ഐ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈസി ആയിട്ടുള്ള ഐ ആണ് ചെയ്യുന്നത്. വൺ ടൈം, സെക്കൻഡ് ടൈം ചെയ്തു. എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ വന്നത് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോവുക. കണ്ട, 2 ടൈംസ് ചെയ്തു. നിങ്ങൾക്ക് ഇത്രയും വലിയ ഐ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്മോൾ ഐ ആണെങ്കിൽ സ്മോൾ ചെയ്യാം, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. ഇനി ഇതിനെ രണ്ടിനെയും കൂടി കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് യാണ് കട്ട് ചെയ്യാം. ചെറിയ കട്ടിങ് കൊടുക്കുക.
ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എടുത്താൽ ഹൈഡിങ് കിട്ടും. ഇതേപോലെ വലിച്ചുള്ളിലേക്ക് കൊണ്ടുപോയാൽ മതി. കണ്ടോ, ഹൈഡ് ചെയ്ത് പോകുന്നുണ്ടോ? അത് കറക്റ്റായിട്ട് ഹൈഡ് ആയിക്കോളും. കണ്ടോ, നമ്മൾ എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് നമുക്ക് തിരിയില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒക്ടോപ്പസിനെ നോക്കിയേ. നമുക്ക് കീ ചെയിനായിട്ട്, ബാഗ് ചാമായിട്ട്, ഹാങ്ങിങ് ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒക്ടോപ്പസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അപ്പം പാറ്റേൺ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ചെയ്യുക. ഓക്കെ, ഈസി പാറ്റേൺ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.